ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറാട്ട വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇഡ്ഡലി തട്ടിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പൊറാട്ടയും ഇഡ്ഡലി തട്ടും നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി പെട്ടെന്ന് തന്നെ വഴണ്ടിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കുന്നത് മൺചട്ടിയിലാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യുക, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം, ആ പച്ചമണമൊക്കെ പോകുന്നത് വരെ. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചിക്കൻ കറി റെഡിയാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചിക്കന് എടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ നമ്മുടെ ഈ മസാലയിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അത് നല്ലതുപോലെ തന്നെ വെന്ത് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കണീനാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ചിക്കനിലുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് അങ്ങനെ ഇത് നല്ലതുപോലെ തന്നെ കറിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കന് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കറിയോട് കൂടെയാണ് ഇത് വേണ്ടത്. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ഇനി നമുക്കത് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് അടച്ചു വെച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു വാഴയില എടുക്കാം. വാട്ടിയെടുത്തിട്ടുള്ള വാഴയിലയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പീസ് വാഴയിലയും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. വാഴയിലൊക്കെ നമ്മൾ വാട്ടിയെടുത്തിട്ടാണ് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അടിയിലൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിതിലേക്ക് കറി ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് പുറത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് പ്ലേറ്റിൽ നമ്മൾ വാഴയില വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊറാട്ട വെച്ച് കൊടുക്കാം. നമുക്ക് എത്ര പൊറാട്ടയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാനിത് 2 പൊറാട്ട വെച്ചിട്ടും ചെയ്തെടുക്കുന്നുണ്ട്, 3 പൊറാട്ട വെച്ചിട്ടും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് 3 പൊറാട്ട വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് 2 പൊറാട്ട അടിയിൽ വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഇതിലൊഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് കിഴി പോലെ കെട്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിൽ
വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു പൊറാട്ടയും കൂടെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മളിപ്പോൾ മൊത്തത്തിൽ 3 പൊറാട്ടയാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ ഒന്ന് പിടിച്ചെടുത്തിട്ട് നമുക്കിതങ്ങ് കെട്ടിയെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ വലിയ വാഴൻ്റെ ഇല എടുക്കേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ എടുത്തത് കുറച്ച് ചെറുതായി പോയി, അതുകൊണ്ട് എനിക്കതുപോലെ പിടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ വലിയ വാഴൻ്റെ ഇല എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ കെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നൂല് വെച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ കെട്ടിയെടുക്കാം. അപ്പോൾ ഇനി ഞാൻ 2 പൊറാട്ട വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കറിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് പിടിച്ചെടുത്തിട്ട് നമ്മൾ മറ്റേത് ചെയ്തെടുത്ത പോലെ തന്നെ ഇതുപോലെ അങ്ങ് കെട്ടിക്കൊടുക്കുക. ഞാനിപ്പോൾ ഇത് നൂല് വെച്ചിട്ടാണ് കേട്ടോ കെട്ടുന്നത്. നിങ്ങൾക്ക് എന്ത് വെച്ചിട്ട് വേണമെങ്കിലും കെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ 2 ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസിൽ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ആവി വരുന്ന തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ പൊറാട്ട വാഴൻ്റെ ഇലയിൽ കെട്ടി വെച്ചിട്ടുള്ളത് നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് ആവി കയറ്റിയെടുക്കാം. എന്നിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ചെയ്യാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് കഴിച്ച് നോക്കണം. അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി തട്ടൊന്ന് തുറന്ന് നോക്കാൻ. കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റിയെടുക്കാം. 10 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ നൂല് വെച്ച് കെട്ടിയിട്ടാണ് ഞാനിതുപോലെ കത്രി കൊണ്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടല്ലേ ഉള്ളൂ. കണ്ടില്ലേ, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, നമ്മുടെ ആ കറിയും പൊറാട്ടയും കൂടെ മിക്സായിട്ട് വരുന്ന ആ വാഴയിലയുടെ ആ ഒരു ടേസ്റ്റും എല്ലാതും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.